ഇതേത് മാവാണെന്ന് മനസ്സിലായോ? അതെ, നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം പപ്പായ മാങ്ങ. പല നാടുകളിൽ പല പേരുകളിലാകട്ടെ ഇത് അറിയപ്പെടുന്നത്. ഞങ്ങളിത് പപ്പായ മാങ്ങ എന്നാ പറയുക. നല്ല ടേസ്റ്റാണ് കേട്ടോ പഴുത്താൽ. ആൾ കുറച്ച് ചെറുതാ, എന്നാൽ കണ്ണിമാങ്ങയെ പോലെയല്ല, കുറച്ചുകൂടി വലിപ്പമുണ്ട്. നല്ല മണാന്ന് പഴുത്താൽ. പിന്നെ ഇതിൻ്റെ ഇലകൾ മണക്കാൻ തന്നെ നല്ലതാണ്, നല്ല മണവും ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഇലയൊന്ന് ഒടിച്ചിട്ട് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു മാങ്ങ കഴിച്ചൊരു പ്രതീതി തന്നെ നമുക്കുണ്ടാകും. ഇന്ന് നാട്ടുമാവുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ മാവുകളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 3 കൊല്ലം കൊണ്ടാകുന്നത്, 2 കൊല്ലം കൊണ്ടാകുന്നതൊക്കെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടുമാവുകളൊക്കെ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്കെങ്കിലും ഈ നാട്ടുമാങ്ങകളൊക്കെ പറ്റി അറിയണ്ടേ. അതുകൊണ്ട് പുതിയ വീട് വെച്ചപ്പോൾ ഞാനിത് ഒരു വണ്ണം കുഴിച്ചിട്ടു. ഇപ്പോൾ ഏകദേശം 1 വർഷമായി ഈ